നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 138ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും സംവിധായകനുമൊക്കെയായ ശ്രീ സി രാധാകൃഷ്ണനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചൊക്കെ ഒരു 2-3 ആഴ്ചയായി ലൈബ്രറികളിലും പുസ്തകങ്ങളും ഒക്കെ എടുത്ത് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെയൊരെണ്ണം ഞാൻ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, വളരെ സ്നേഹധനനായിട്ടുള്ള ഒരു വ്യക്തിത്വം. 1986 മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. എൻ്റെ ഓരോ സൃഷ്ടികൾ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ചുരുങ്ങിയ വാക്കുകളിലാണ്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരവും, രണ്ടാമത്തെ കവിതാ സമാഹാരവും, മൂന്നാമത്തെ തിരക്കഥയും, അങ്ങനെ ഓരോന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹം വളരെ കൃത്യതയോടെ ഉത്തരവാദിത്തത്തോടുകൂടി എനിക്ക് മറുപടികൾ അയക്കാറുണ്ട്. ആ മറുപടിക്കുള്ളൊരു പ്രത്യേകത 2-3 വാക്കുകൾ മാത്രം നമ്മുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കുന്ന ഒന്ന്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു മഹത് വ്യക്തിത്വം. പ്രത്യേകിച്ച് 5ഓളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 8ഓളം സിനിമകൾക്ക് തിരക്കഥകൾ എഴുതുകയും ചെയ്ത ഒരു വ്യക്തിത്വം. എടുത്തു പറയേണ്ടത് അഗ്നി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ആ ചിത്രത്തിലെ അഭിനയം ബാലൻ കെ നായർക്ക് ഒരു ദേശീയ അവാർഡ് കൂടി ലഭിക്കും എന്ന് ഞാൻ കരുതി. ആ ഒരു റോൾ ചെയ്യാൻ എൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ത്യയിൽ വേറൊരു നടന് സാധിക്കുമോ എന്നത് സംശയമാണ്. ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ അതിലെ അഭിനയ മികവ് നമ്മൾ സാഷ്ടാംഗം നമിച്ചു പോകും. ആ കഥാപാത്രമായി അദ്ദേഹം മാറുന്നത് ബാലൻ കെ നായർ എന്ന അതുല്യ നടൻ്റെ മികവ് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാന മികവും. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും അതിലെ ഒരു സീൻ, ബാലൻ കെ നായർ ഇറച്ചി വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സീനും ഒരാളിൻ്റെ മൂട്ടിൽ അദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന 1-2 സീനും, ആ ഫ്രെയിമുകളൊക്കെ എങ്ങനെ മനസ്സിൽ നിന്നും മറക്കാനാവും? അതിനേക്കാൾ ഉപരി ഒരുപാട് സാഹിത്യകാരന്മാരെ ഞാൻ കണ്ട വിവരം നിങ്ങളോട് പറഞ്ഞുവല്ലോ. എങ്കിലും ശ്രീ സി രാധാകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ, രാധാകൃഷ്ണൻ സാറാണ്, പിന്നെ ഞാൻ ആ ഒഴുക്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പറയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു സൃഷ്ടിയുമായി, എൻ്റെ ഒരു നോവലുമായി അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയുടെ എഴുത്തുകാരൻ ശ്രീ ജി വിവേകാനന്ദനുമായി വഴുതയ്ക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങളിങ്ങനെ സാഹിത്യത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ഒരു എഴുത്തുകാരനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ചങ്ങമ്പുഴയുടെ ഏത് കവിതകളാണ് ഇഷ്ടം, കുമാരനാശിൻ്റെ ഏത് കവിതകളാണ് ഇഷ്ടം, തകഴിയുടെ ഏത് സൃഷ്ടിയാണ് ഇഷ്ടം, അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോരോ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു. ഇപ്പോൾ ഉള്ള എഴുത്തുകാരിൽ ശരവൺ അടുത്ത കാലത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും മികവ് തോന്നിയ ഒരു സൃഷ്ടി ഏതാണ്? ഞാൻ പറഞ്ഞു, അത് ശ്രീ സി രാധാകൃഷ്ണൻ്റെ സ്പന്ദമാവനികളെ നന്ദി എന്നുള്ളതാണ്.
ആഹാ, അപ്പോൾ എൻ്റെ പുസ്തകങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായം? ഓരോ എഴുത്തുകാരൻ്റെ മനോവികാരം, ഓരോ എഴുത്തുകാരൻ്റെ തോന്നലുകൾ, ഓരോ എഴുത്തുകാരൻ്റെ സങ്കല്പങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമല്ലേ സാർ? ഈ സ്പന്ദമാവിനികളെ നന്ദി എന്നുള്ളതിൽ എന്താണ് ഇത്രമാത്രം ശരവണന് ഇഷ്ടപ്പെടാൻ കാരണം? അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നു. ആ വലിയൊരു നോവൽ വായിച്ചു തീർത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മുഷിപ്പില്ലാതെ ഭംഗിയോടെ ഒരു ഛായാചിത്രം വരയ്ക്കുന്ന രീതിയിൽ ഭാവനയുടെ കേളികൊട്ട് കേൾക്കുന്നൊരു പ്രതീതി. അത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിയായതുപോലെ പിറ്റേ ദിവസം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ശ്രീ സി രാധാകൃഷ്ണൻ്റെ സ്പന്ദമാവിനികളെ നന്ദി എന്നുള്ളതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഞാൻ ഉടനെ തന്നെ ശ്രീ ജി വിവേകാനന്ദ സാറിനെ വിളിച്ച് പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ ഉള്ളൂ, എൻ്റെ അവലോകനവും എൻ്റെ നിരീക്ഷണവും എങ്ങനെയുണ്ട് സാർ? നീ ആള് വില്ലനല്ലേടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. സാർ, വില്ലൻ എന്ന് പറയുമ്പോൾ നായകനും വില്ലനും തമ്മിൽ ഒത്തിരി വ്യത്യസ്തമുണ്ട്. ഡാ ഞാനും ഒരു എഴുത്തുകാരനാണ്, നീ അത് മറക്കണ്ട. ഞാൻ പറഞ്ഞു, സാർ ഞാനത് മറന്നിട്ടില്ല. അല്ല, വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു പേടിയല്ലേ, നായകനെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാകുമായിരുന്നു. എന്തായാലും നീ മിടുക്കനാണ്. ഇന്നലെ പറഞ്ഞു പിറ്റേ ദിവസം അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കാണ്. അങ്ങനെ ഞാൻ കൊച്ചിയിലുള്ള അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ നമസ്കാരം, ട്രിവാൻഡ്രത്ത് നിന്ന് ശരവൺ മഹേശ്വറാണ്. മനസ്സിലായി, ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. എന്താണാവോ? ഞാൻ പറഞ്ഞു, സാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയതല്ലേ, അപ്പോഴൊരു അഭിനന്ദനം അറിയിക്കാമെന്ന് കരുതി ഇന്നലെ രാത്രി ഞാൻ ശ്രീ ജി വിവേകാനന്ദ സാറുമായിട്ട് ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. എന്താണ് സംസാരിച്ചത്? നമ്മളൊരു മികച്ച ഒരു നോവലാണ്, അതിൽ അക്ഷരങ്ങൾക്ക് മികവുണ്ട്, സൗന്ദര്യമുണ്ട്, സൗന്ദര്യബോധമുണ്ട്, നമ്മളെ മുഷിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു സൃഷ്ടിയാണത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തന്നത്. എന്തായാലും ശരവണ, സന്തോഷം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു നിമിത്തം പോലെ ഞാനത് പറഞ്ഞതാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി ഒരു ബ്രീഫ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും ചിലവ ഇതിൽ സൂചിപ്പിക്കാം. 1939 ഫെബ്രുവരി 15 തിരൂരിൽ ജനനം. സ്പന്ദമാവിനികളെ നന്ദി, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, അഗ്നി, പുഷ്യരാഗം, കനലാട്ടം തുടങ്ങി നിരവധി സൃഷ്ടികൾ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അഗ്നി, പുഷ്യരാഗം, കനലാട്ടം തുടങ്ങി 5 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 8 സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മുൻപേ പറക്കുന്ന പക്ഷികൾ ഒരു മികച്ച സൃഷ്ടി കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് ആദ്യം എഴുതിയ കത്ത് 14/1/1986 പ്രിയപ്പെട്ട ശരവൺ മഹേശ്വർ, കത്ത്, കവിതകൾ നന്ദി. ഒരു പുതിയ കൂമ്പ്, ഞാനിത് വിടരുന്നതും കാത്തിരിക്കാം. നന്മ നേരുന്നു. സ്വന്തം സി രാധാകൃഷ്ണൻ. അടുത്ത കത്ത്, പ്രിയപ്പെട്ട ശ്രീ മഹേശ്വർ, കത്ത്, കൃതി നന്ദി. താങ്കളുടെ കവിതകൾ എന്നെ വിസ്മയപ്പെടുത്തുന്നു തികച്ചും. സ്വന്തം രാധാകൃഷ്ണൻ. കൊച്ചി 23/9/1987. പ്രിയപ്പെട്ട ശ്രീ മഹേശ്വർ, കത്ത്, തിരക്കഥ ഇത് എനിക്ക് അയച്ചു തന്നതിന് നന്ദി. വായിച്ചു നോക്കാം, സൂക്ഷിക്കാം.
നന്മ നേരുന്നു. സ്വന്തം സി രാധാകൃഷ്ണൻ. ഇത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത് 1989 6-ാം മാസത്തിലാണ്. ഞാൻ എൻ്റെ 48 ഉദയവും 47 അസ്തമയവും എന്നുള്ള നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതിയുമായി അദ്ദേഹത്തെ കാണാൻ കൊച്ചിയിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ആ സ്ഥലമൊന്നും ഓർമ്മയില്ല. അന്ന് അദ്ദേഹം ഇന്നും അവിടെ തന്നെയാണ് താമസം എന്നാണ് എൻ്റെ വിശ്വാസം. കൊച്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ചെല്ലുന്നു. 1989 6-ാം മാസം. ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിലൊക്കെ കയറി കുറേ ദൂരം ചെന്നു. അവിടുന്ന് വീണ്ടും ഇറങ്ങി നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരു 15 മിനിറ്റ് സമയം മാത്രം മതി. ഒരു ഇടവഴിയാണ്, കാറെല്ലാം പോകുന്നൊരു വഴി, നിറയെ കെട്ടിടങ്ങൾ, അടുക്കടുക്കായി നിറയെ കെട്ടിടങ്ങൾ. ഞാൻ ആ വഴിയിലേക്ക് തിരിഞ്ഞതും ഭയങ്കരമായിട്ടുള്ളൊരു മഴയെന്ന് പറഞ്ഞാൽ അതൊരു ഇടിവെട്ട് മഴ. നനഞ്ഞ് കുളിച്ച് കയ്യിൽ തൂക്കിയ സഞ്ചിയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പൊതിഞ്ഞതുകൊണ്ട് 48 ഉദയവും 47 അസ്തമയവും എന്നുള്ള ആ നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി അതൊരു 5-6 കോപ്പികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കോപ്പി നന്നായി പൊതിഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടൊരു അവതാരിക എഴുതിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ചെല്ലുന്നത്. നനഞ്ഞ് കുളിച്ച് പകരം മാറാനൊരു വസ്ത്രം പോലുമില്ല. ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിധത്തിൽ ആ മഴയത്തൂടെ തന്നെ നടന്ന്, വേറെ ഒരിടം കയറി നിൽക്കാൻ പരിചയമുള്ള ഒരു വീടുകളുമില്ല, നടന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോർ തുറന്ന് പുറത്തിറങ്ങി വന്നു. എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ നമ്മൾ രാധാകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണം, സംസാരിക്കണം. അദ്ദേഹം ഉറങ്ങുകയാണല്ലോ. നമ്മൾ ഉറക്കം എണീക്കുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കാം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്. എന്നെ ഒന്ന് നോക്കി. ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു ഭാഗമില്ല. ദേഹം മുഴുക്കൻ നനഞ്ഞ് കുളിച്ച് ആ പോർട്ടിക്കോയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ അവരെന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് അകത്തോട്ട് കടന്നുപോയി. ഇത് മാറി പിഴിയാൻ പറ്റാത്തൊരവസ്ഥ. ഇട്ടിരുന്ന ഷർട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അദ്ദേഹം ഒരു കൈയുള്ള വെള്ള ബനീനും ധരിച്ച് ലുങ്കിയും ഉടുത്തെന്നാണ് ഓർമ്മ. ഇത് ഇറങ്ങി വന്നു. വരൂ, ആരാ മനസ്സിലായില്ലല്ലോ. അതാണ് ആദ്യ ഡയലോഗ്. ഞാൻ പറഞ്ഞു, സർ ഞാൻ ശരവൺ മഹേശ്വർ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. വരൂ അകത്തേക്ക് കടന്നു വരൂ. ഞാൻ പറഞ്ഞു, സാർ ഈ കൊല്ലത്തിൽ എന്തായാലും അകത്തോട്ട് വരാൻ പറ്റില്ല, അകം കംപ്ലീറ്റ് വെള്ളമാകും. ഉടനെ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കുമോ, തലയെങ്കിലും തോർത്തട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തോർത്ത് കൊണ്ടുവന്നു, തല തുവർത്തി. ശേഷം അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ശരീരം കംപ്ലീറ്റ് മഴ പെയ്ത് നനഞ്ഞതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇല്ല, കുഴപ്പമില്ല, വരൂ അകത്തിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു, സാർ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കസേര കംപ്ലീറ്റ് നനഞ്ഞ് കേടാവും, ഒരു സ്റ്റൂൾ തന്നാൽ മതി, ആ സ്റ്റൂളിലിരിക്കാം. അങ്ങനെ മനസ്സോടെ അകത്തുനിന്ന് ഇവിടുന്ന് ഒരു സ്റ്റൂൾ കൊണ്ടുവന്ന് ആ സ്റ്റൂളിലിരുന്നു. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, സാർ അത് മനസ്സിലായി. സാറിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സാർ ഉറക്കത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്നും ഇവിടം വരെ യാത്ര ചെയ്ത് വന്നിട്ട് സാറിനെ കാണാതെ എങ്ങനെയാണ് പോണത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ പുറത്തിരുന്നോളാം. ഒന്ന് ചിരിച്ചു. എന്നിട്ട് ബാഗ് തുറന്ന് ഞാൻ എൻ്റെ നോവലിൻ്റെ കൈയെഴുത്ത് പ്രതി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് തിരികെ പാഴ്സൽ അയക്കാനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച കവറും ഇതെല്ലാം ഇതിലുണ്ട്. സാറൊന്ന് വായിച്ചിട്ട് സാറിൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതെനിക്ക് എഴുതി തരണം. സാറിന് സമയമില്ല എന്നോട് പറയരുത്.
എല്ലാവരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എഴുത്തുകാർ എങ്ങനെ വളരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചാരുകസേരയിൽ കിടന്നുകൊണ്ട് ചിരിച്ചിട്ട് എന്നെ ഒന്ന് നോക്കി. ഒരു 15-20 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ആ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ഉണരാൻ കഴിയുന്നില്ല എന്നെനിക്കൊരു തോന്നൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ എന്തായാലും ഇറങ്ങുന്നു, തണുത്തിരിക്കുകയല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ പുറത്ത് പോയിട്ട് കഴിച്ചോളാം. എന്നാലും സാർ ഇതിന് സാറിൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്ക് എഴുതി തരണം. എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ടൊന്ന് എഴുതിത്തരാം, ഞാനത് വായിച്ചിട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ എനിക്ക് തോന്നിയത് ഞാൻ എഴുതിത്തരാം. കൂടുതലൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കും അദ്ദേഹത്തിനും ഇല്ലായിരുന്നു എന്നതാണ് പരമാർത്ഥം. കാരണം നനഞ്ഞ് കുതിർന്നിരിക്കുന്ന എൻ്റെ മനസ്സിനെ അങ്ങ് വല്ലാണ്ടായി. ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർന്ന് വന്ന് ഒരാളിനെ കണ്ട് കുറേ സമയം സംസാരിച്ചിരിക്കാൻ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു വന്നപ്പോൾ അതും എനിക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം തോന്നി. അങ്ങനെ തോരാത്ത മഴയിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ പുറത്തോട്ടിറങ്ങിയാണ്. പറഞ്ഞു, നല്ല മഴയല്ലേ, ഈ മഴയത്ത് എങ്ങനെയാണ് നിങ്ങൾ മടങ്ങിപ്പോവുക? നമ്മൾ അത് കുഴപ്പമില്ല സാർ, ഞാൻ പോകുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് കൂടുതൽ നേരം സാറിനോട് ഇരുന്ന് സംസാരിക്കാനും കഴിയില്ല. സാറിൻ്റെ ദിനചര്യകൾക്ക് ഭംഗം വന്നതുകൊണ്ട് സാറിനെയും വളരെ സന്തോഷത്തിൽ സംസാരിക്കാൻ കഴിയാത്ത ഒന്നുപോലെ എനിക്കും തോന്നി. എന്തായാലും സാറിനെ കണ്ടതിലും സംസാരിച്ചതിലും വളരെയധികം സന്തോഷം. ഒരു കൂമ്പ് വിടരുന്നു നോക്കി കാത്തിരിക്കാം എന്ന് സാർ എൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിന് എഴുതിയ കത്തും, രണ്ടാമത് എഴുതിയ കത്തും, മൂന്നാമത് എഴുതിയ കത്തും, എല്ലാ കത്തുകളും വലിയൊരു അവാർഡ് പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വരട്ടെ സാർ എന്ന് പറഞ്ഞ തൊഴുകയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 15 മിനിറ്റ് അതിനകത്ത് ചിലവഴിച്ച് കാണും. വളരെയധികം പ്രതീക്ഷയോടെയും വളരെയധികം സംസാരിക്കാം എന്നുള്ള മട്ടോടുകൂടിയൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഒരു അപശകുനം പോലെയോ ഒരു വിഷമം മാതിരിയോ അല്ലെങ്കിൽ കൊരിച്ചുരിയുന്ന ആ മഴ ഇരുവരുടെയും മനസ്സിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കി എന്ന് പറയാതെ വയ്യ. മഴയ്ക്ക് പെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്നും നനഞ്ഞ് കുതിർന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി പുറത്തിറങ്ങിക്കുമ്പോഴും നിർത്താത്ത മഴ. അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 വീട് കഴിഞ്ഞ് ഒരു 6ാമത്തെ വീടിൻ്റെ ഉമ്മറത്ത് ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ ആ കതവ് തുറന്ന് അവിടുത്തെ കാർ ഷെഡിൽ ഞാൻ അവിടെ നിന്നപ്പോൾ അവിടുത്തെ ഒരാൾ ഇറങ്ങി വന്നു. എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അകത്തോട്ട് വരുമോ, മഴ നനഞ്ഞിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മുടെ നോവലിസ്റ്റ് ശ്രീ രാധാകൃഷ്ണനെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഈ കോലത്തിൽ ഇറങ്ങിയോ? ഞാൻ പറഞ്ഞു അതല്ല, അദ്ദേഹം ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ഉറക്കം കഴിഞ്ഞ് കഴിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം രണ്ടുപേർക്കും മാനസികമായിട്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. വരൂ, അകത്ത് കയറിയിരിക്കാം, സിറ്റൗട്ടിൽ ഇരിക്കാം. ഞാൻ പറഞ്ഞില്ല, ശരീരം കംപ്ലീറ്റ് നനഞ്ഞതല്ലേ. ഞാൻ വിളിച്ചു, നിങ്ങൾക്ക് കയറിയിരിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ എഴുത്തിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചപ്പോഴും മഴ കുറയുന്ന ഒരു ലക്ഷണമില്ല. എന്തായാലും നനഞ്ഞു, പിന്നെ കുളിച്ച് കയറാം എന്നുള്ള മട്ടിൽ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങി നടന്ന് ഒരു വിധത്തിൽ എറണാകുളം ബസ് സ്റ്റേഷനിലെത്തി. അവിടുന്ന് ബസ്സിൽ കയറി തിരുവനന്തപുരത്തെത്തി. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടേയില്ല. എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ആ സൗഹൃദം അത് മനസ്സിൽ നിന്നും മായില്ല.
1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പോടുകൂടി എനിക്ക് ആ നോവൽ അയച്ചു തന്നു. അത് ഇപ്രകാരമാണ്: പ്രിയ സുഹൃത്തെ, ഈ കൃതി ഇനിയും പാരായണക്ഷമമായില്ല എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. കഷണങ്ങളെ ആയുള്ളൂ, കറിയായില്ല. ഇതിനേക്കാൾ ചീത്ത അവസ്ഥയിൽ പുസ്തകങ്ങൾ മലയാളത്തിൽ അച്ചടിച്ചു വരുന്നില്ലേ എന്നാണെങ്കിൽ ഉണ്ട്. പക്ഷേ അത് ഒരു ഒഴിവ് കഴിവായി കണക്കാക്കിക്കൂടല്ലോ. അഴിച്ചു പണിയും. നന്മ നേരുന്നു. 30/6/1989, കൊച്ചി. ഇതാണ് അദ്ദേഹം എനിക്ക് എഴുതി അയച്ചു തന്നത്. ഈ സൃഷ്ടിയിൽ തന്നെ പ്രശസ്ത നോവലിസ്റ്റായ നീലാ പത്മനാഭൻ, മറ്റൊരു നോവലിസ്റ്റായ പ്രൊഫസർ GN പണിക്കർ, നോവലിസ്റ്റായ സാറാ തോമസ്, ഇലന്തൂർ P രാഘവൻ, ജേർണലിസ്റ്റായ M വേണുകുമാർ, ലെക്ചറായ ശ്രീകണ്ഠൻ നായർ, അങ്ങനെ നിരവധി പേർ ഈ സൃഷ്ടിക്ക് അഭിപ്രായങ്ങളും ആമുഖങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. 1997 മൾബറി ബുക്സാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ച ശേഷം ഞാൻ ഇതിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അതിന് മറുപടി കിട്ടിയില്ല. എങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഭാവനാവിലാസം, ചിന്തയുടെ വിവിധ തലങ്ങളിൽ നമ്മൾ എത്തപ്പെട്ട് നമ്മളൊരു സൃഷ്ടി ചെയ്യുമ്പോൾ, നമ്മളത് പൂർത്തീകരിക്കുമ്പോൾ മറ്റാരുടെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച്, മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ഇത് മാറ്റി എഴുതാൻ ശ്രമിച്ചാൽ അത് വിജയിച്ചു വരില്ല എന്നതാണ് എൻ്റെ ഭാഷ്യം. കാരണം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ ഓരോ തരത്തിലാണ്. ഞാനിത് എഴുതി തീർന്നിട്ട് വർഷങ്ങളെടുത്തിട്ടാണ് ഓരോ സൃഷ്ടികളും ചെയ്യുന്നത്. എഴുതി തീർന്നിട്ട് ഇതിന് അവതാരിക എഴുതിയ ആൾക്കാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഓരോരുത്തരും പറയുന്നതനുസരിച്ച് മാറ്റി എഴുതിക്കൊണ്ടേയിരുന്നാൽ ഒരു കാലത്തും ഒരു സൃഷ്ടിയും പൂർത്തിയാവില്ല എന്നതാണ് എൻ്റെ പക്ഷം. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ എഴുതിയ ആ കുറിപ്പ് എൻ്റെ ഈ നോവലിൽ ചേർത്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തോട് ആദരവും ബഹുമാനവുമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടികളും അതിൻ്റെ വ്യാപാര തലങ്ങളും അതിൻ്റെ ഉദ്ദേശശുദ്ധിയും അതിൻ്റെ കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മയത്തേയില്ല എന്നതാണ് വാസ്തവം. ഇപ്പോഴും കൊച്ചിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് എന്നും വിലമതിക്കുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരൻ, നിസ്സംശയം പറയാം മലയാള സാഹിത്യത്തിൻ്റെ കൊടുമുടിയിൽ വിരാജിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.